ദ ഇൻസ്റ്റിഗേറ്റേഴ്സ് ഒരുപാട് പ്രതീക്ഷയോടെ പോയി കണ്ട സിനിമയാണ്. ആപ്പിൾ TV+ൻ്റെ സിനിമയാണ്. സൂപ്പറായിരിക്കും, ഗംഭീരമായിരിക്കുന്നു. ട്രെയിലർ കണ്ടപ്പോൾ വിചാരിച്ചു. പക്ഷേ എൻ്റെ പ്രതീക്ഷകളെല്ലാം ആദ്യത്തെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു. മാറ്റ് ഡേമനും Casey Afflecക്കുമാണ് ഈ സിനിമയിൽ ലീഡിങ് റോൾ ചെയ്തിട്ടുള്ളത്. ഒരു കോമഡി ആക്ഷൻ ജോണർ സിനിമയാണെന്ന് പ്രതീക്ഷിച്ചാണല്ല, സിനിമയാണിത്. പക്ഷേ ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് സ്റ്റോറി ഇല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ നല്ലൊരു സ്ക്രീൻ പ്ലേ ഇല്ല എന്നുള്ളതാണ്. എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന സിനിമ, ഒരു ബന്ധമില്ലാതെ പോകുന്ന സിനിമ, പ്രത്യേകിച്ച് ക്യാരക്ടേഴ്സ് തമ്മിലൊരു ബന്ധമില്ല. എങ്ങനെ ഈ സ്റ്റോറി ഇങ്ങനെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ചില സമയത്ത് തോന്നും. പിന്നെ ഒരു രീതിയിൽ അങ്ങ് കൊണ്ടുപോയി എങ്ങനെയൊക്കെ അവസാനിപ്പിക്കാനായിട്ട് നമ്മൾ ഈവൻ ഒരു ക്ലൈമാക്സ് എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഫീല് വേണ്ടേടൂ. ഇത് ഒരു ഫീലും ഇല്ല, ഒരു വികാരമില്ലാതെ തീരുന്ന ഒരു ക്ലൈമാക്സ് മൊത്തത്തിൽ നമ്മളെ കൂടെ അങ്ങ് കൺഫ്യൂസിങ് ആക്കും. ഇത്ര സിമ്പിൾ സ്റ്റോറിയെ എങ്ങനെ കൺഫ്യൂസിങ് ആയിട്ട് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ആപ്പിൾ TV+ൻ്റെ സൈഡിൽ നിന്നും ഒരു കൂതറ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ റേറ്റിംഗ് ഒക്കെ കൊടുക്കും. ഞാൻ ഈ സിനിമ കാണാൻ പോകുന്ന സമയത്ത് റേറ്റിംഗ് 6.1 കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഒരു ആവറേജിന് മേലുള്ള സിനിമയായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് ആവറേജ് പോലും ഇല്ല. ഇതിനൊരു 3 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തോ വലിയ സംഭവമായിട്ട് തോന്നും. 1.25 മണിക്കൂറുണ്ട് ഈ ഒരു സിനിമ. പക്ഷേ ഈ 1.25 മണിക്കൂറിൽ ആക്ഷൻ എവിടെയാണെന്നോ കോമഡി എവിടെയാണെന്നോ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഒരു ബോർ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതിൻ്റെ മേക്കിങ്ങോ അല്ലെങ്കിൽ അത് അഭിനയമോ ഒന്നുമല്ല, സ്റ്റോറി ഇല്ല എന്നുള്ളതാണ്. ഒരു നല്ല സ്ക്രീൻ പ്ലേ ഇല്ലാതെ ഇതൊക്കെ എങ്ങനെ ആപ്പിൾ TV+നെ പോലുള്ള വലിയൊരു ഓർഗനൈസേഷൻ എങ്ങനെ, വലിയൊരു പ്രൊഡ്യൂസിങ് ടീം എങ്ങനെ ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് ഡൗട്ട് തോന്നുന്നത്. കാരണം ഈ ഒരു സ്റ്റോറി തുടങ്ങിയത് വെച്ച് നോക്കുകയാണെങ്കിൽ ഗംഭീരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സ്റ്റോറിയൊക്കെ ആയിരുന്നു. പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ ഇതിനെ അങ്ങ് അവസാനിപ്പിക്കാം. ഇതിനകത്ത് ഒരു സമയമായപ്പം ക്ലൈമാക്സ് ഒക്കെ ആവുന്ന സമയത്ത് ഇതിനകത്ത് 2 ക്യാരക്ടേഴ്സിനെ മിസ്സിങ് ആണ്. ഞാൻ ഇവരിനി എവിടെ പോയി എന്ന് തോന്നിക്കിയിട്ട് ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് എഴുതി കാണിക്കുന്നു, നമ്മുടെ ക്രെഡിറ്റ് സീൻ തുടങ്ങി. അപ്പോൾ ഞാൻ വെച്ചാൽ ഇനി എന്തെങ്കിലും കാണിച്ചാലോ, ക്രെഡിറ്റ് സീനായിട്ട് എന്തെങ്കിലും കാണിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് പോയി നോക്കുമ്പോൾ അവിടെ ഉണ്ട്. പക്ഷേ ഒരു ബന്ധമില്ലാതെയാണ് ആ 2 ക്യാരക്ടേഴ്സിനെ കാണിച്ചിട്ടുള്ളത്. ഒരു ബന്ധമില്ലാത്ത കുറേ ക്യാരക്ടേഴ്സും ഒരു ബന്ധമില്ലാത്തൊരു സ്റ്റോറിയുമായിട്ട് ഒരു കൂതറ സിനിമ. അതാണ് ദ ഇൻസ്റ്റിഗേറ്റേഴ്സ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ആപ്പിൾ TVയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു സിനിമ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതിൻ്റെ ട്രെയിലറിൽ ഒരു കാർ ചേസ് സീനൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു സിനിമ കാണാനായിട്ട് പോകുന്നത്. സത്യം പറഞ്ഞാൽ ആ ഒരു കാർ ചേസ് സീൻ മാത്രമേ ഉള്ളൂ ഈ ഒരു സിനിമയിൽ നല്ലതെന്ന് പറയാനായിട്ട്. ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ ആക്ഷൻ എഴുതി കാണിക്കുക പോലും ഇല്ല. സത്യം പറയാലോ, മാറ്റ് ഡേമനെ കൊണ്ടുവന്നിട്ട് ഇത്ര ഒരു യൂസ്ലെസ് സിനിമ എന്തിന് ആപ്പിൾ TV+ എടുത്തു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം മാറ്റ് ഡേമനൊക്കെ ആക്ഷൻ ഗംഭീരമായിട്ട് ചെയ്യും, കോമഡി ഗംഭീരമായിട്ട്, ഇത് രണ്ടും ഇല്ലാതെ വാട്ടെവർ, വൈ ആപ്പിൾ TV+, വൈ എന്നേ എനിക്ക് ചോദിക്കാനുള്ളൂ. ഇനിയെങ്കിലും കാരണം ആപ്പിൾ TV+ൻ്റെ ഒരു സ്റ്റാൻഡേർഡ്, ഞാൻ ഏത് ആപ്പിൾ TV+ൻ്റെ ഷോയോ സിനിമയോ കാണുമ്പോൾ ഞാൻ പറയാറുള്ളതാണ്, അവരവരുടെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് അവരുടെ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടാണ് അവർ സിനിമ എടുക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ആ ക്വാളിറ്റി ഒന്നും ഇല്ലാന്ന് ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തിപ്പോണമായിരുന്നു. ഞാൻ പിന്നെയും ഇനിയും എന്തെങ്കിലും പ്രതീക്ഷിക്കാം, എന്തെങ്കിലും പ്രതീക്ഷിക്കുന്ന ക്ലൈമാക്സിൽ എന്തെങ്കിലും കാണുമല്ലോ, ക്ലൈമാക്സിൽ ഒരു വലിയ ട്വിസ്റ്റ് കാണുമല്ലോ എന്ന് വിചാരിച്ച് ക്ലൈമാക്സ് വരെ പോയിട്ടുണ്ട്. ക്ലൈമാക്സിൽ പോലും ഒരു ട്വിസ്റ്റ്, ഈവൻ ട്വിസ്റ്റ് പോയിട്ട് ഒരു നമ്മളൊരു എൻഗേജിങ് ആയിട്ട് നമുക്ക് തോന്നുന്ന ഓക്കെ ഇത് കൊള്ളാമല്ലോ എന്ന് ഫീൽ ചെയ്യുന്നൊരു സാധനമെങ്കിലും തരണ്ടേ. ഇത് അതുപോലും ഇല്ല. സത്യം പറഞ്ഞാൽ ഒരു വെറുപ്പീരി സിനിമയാണ് ദ ഇൻസ്റ്റിഗേറ്റേഴ്സ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഈ ഒരു സിനിമ നിങ്ങൾ പോയി കാണാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് പോയി കാണണം, നിങ്ങൾക്ക് കണ്ടേ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണാം. ഒരു 1.25 മണിക്കൂർ പോയി കിട്ടും. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇതെൻ്റെ പെർസ്പെക്റ്റീവ് എന്നാണ് പറയുന്നത്. ഇതിന് നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം നിങ്ങൾക്ക് എന്ത് കാരണം കൊണ്ടാണ് ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന്. അപ്പം അത്രേ ഉള്ളൂ എനിക്ക് ദ ഇൻസ്റ്റിഗേറ്റേഴ്സിനെ കുറിച്ച് പറയാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.